ഇന്ന് നമ്മൾ ദയാവധത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദയാവധം എന്ന് പറയുന്ന സമയത്ത് ഇതിന് ശരിക്കൊരു അസിസ്റ്റഡ് മർഡർ എന്നോ അസിസ്റ്റഡ് സൂയിസൈഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് വിളിക്കാം. ക്രിസ്തീയ ധാർമ്മിക നിയമങ്ങളനുസരിച്ച് ഒരു കാരണവശാലും ഈ ദയാവധത്തെ അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. ഇത് അബോർഷൻ കില്ലിംഗ് പോലെ തന്നെയുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ എന്താണ് ഈ ദയാവധം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു വ്യക്തി മരണാസന്നനായി കിടക്കുന്നു. അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന വ്യക്തി, അത് യുവാവാം, വൃദ്ധനാവാം, എന്നാൽ പലവിധ കാരണങ്ങളാൽ മരിക്കാതെ നിൽക്കുന്നു. അങ്ങനെ മരിക്കാതെ നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ആ വ്യക്തി ആവശ്യപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ മരിക്കാനായിട്ടുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഈ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്യാനായിട്ട്, അല്ലെ തൽക്കൊല എന്നാണ് തമിഴിൽ പറയുന്നത്. സ്വയം മരിക്കുവാൻ ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതിനെ സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇത് നിയമം മൂലം അനുവദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ മരിക്കാനുള്ള തയ്യാറെടുത്ത ആളുകൾ ഒരു സൂയിസൈഡ് ടൂറിസം എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാം. മരിക്കാൻ തയ്യാറെടുത്ത വ്യക്തിയും അവരുടെ ബന്ധുക്കളെല്ലാവരും കൂടെ ഈ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെ ഏതെങ്കിലും ആശുപത്രിയിലും ഇത്തരം അസിസ്റ്റഡ് സൂയിസൈഡ് സെന്റേഴ്സ്, യുത്തനേഷ്യ സെന്റർ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. യുത്തനേഷ്യ എന്ന ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക് വാക്കിനെ ആണ് മലയാളത്തിൽ ദയാവധം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് ഗ്രൂപ്പായിട്ട് ആളുകൾ പോകുന്നു, ടൂറിസ്റ്റ് വിസയിൽ പോകുന്നു. അവിടെ ഇത്തരം കേന്ദ്രങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നു. ഇത് കഴിഞ്ഞ് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. ആള് മരിക്കുന്നു. വേണമെങ്കിൽ അവിടെ തന്നെ മൃതദേഹം മറവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ മൃതദേഹം പിന്നീട് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ അടക്കം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇതിലെന്താ തെറ്റുന്നത്? ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചിന്തയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. മോശ 10 കൽപ്പനകളും 603 നിയമങ്ങളും എഴുതി കൊടുക്കുകയും, അല്ലെങ്കിൽ ആകെ 613 നിയമങ്ങൾ എഴുതി കൊടുത്ത സമയത്ത് ഈ 603 നിയമങ്ങളിൽ തന്നെ കാച്ചിക്കുറുകിയതാണ് 10 കൽപ്പനകൾ. ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തതാണ് 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകളിൽ ആറാമത്തെ കൽപ്പനയിൽ വരുന്ന സമയത്ത് യു ഷാൽ നോട്ട് കിൽ, കൊല്ലരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നതും സ്വയം കൊല്ലുന്നതും കൊലപാതകം തന്നെയാണ്. വാക്കുകളിൽ വ്യത്യാസം വരുന്നു. മറ്റൊരാളെ കൊല്ലുന്നത് കൊലപാതകയായി മാറുന്നു, സ്വയം കൊല്ലുന്നവൻ ആത്മഹത്യ ചെയ്തവനായി മാറും. അപ്പൊ പലതരത്തിലുള്ള മതങ്ങളിലും പലതരത്തിലുള്ള ചിന്താഗതികൾ ഈ കാര്യത്തിലുണ്ട്. മനുഷ്യൻ പുരോഗതി പ്രാപിച്ചു വരുന്ന സമയത്തും ഈ ചിന്തകളൊക്കെ കടന്നു വരാറുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവാക്യം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുത്തും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ കൊല്ലുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒന്നും കൊണ്ടല്ല വന്നിരിക്കുന്നത്.
തുറന്ന കൈകളുമായിട്ട് കടന്നു വരുന്നു. പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവൻ എടുക്കാനുള്ള അധികാരം നമുക്ക് ഇല്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഇതൊരു സംശയമാണ്. പിന്നെ ആളുകൾക്ക് ബുദ്ധിയൊക്കെ കൂടി വരുമ്പോൾ കുഴപ്പം ആയി വരും. പാവർട്ടി സ്വദേശിയായ ഒരു തോമസ് മാഷ്, അദ്ദേഹത്തിന് 72 വയസ്സുള്ള സമയത്ത് അഡ്വക്കേറ്റ് വിൻസെന്റ് പാനികുളങ്ങര എന്ന ഒരു വക്കീൽ മുഖാന്തരം കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസ് നമ്പർ 11-596/1998 ആയിരുന്നു കേസ് നമ്പർ. ആ കേസിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഇദ്ദേഹം റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. മക്കളൊക്കെ പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന സമയത്ത് മരിക്കണം. ഇപ്പൊ കേരളത്തിലെ നിയമം അനുസരിച്ച് നമ്മൾ ഒരാള് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെങ്കിൽ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് മരിച്ചില്ലെങ്കിൽ ആത്മഹത്യാ ശ്രമത്തിന് പോലീസ് കേസെടുക്കും. എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പഞ്ചായത്തിൽ ഊരകം എന്ന സ്ഥലത്തെ സ്വദേശിയാണ്. അദ്ദേഹം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില സാമ്പത്തികമായ കടബാധ്യതകൾ വന്നുപെട്ടു. ആ കടബാധ്യത വന്ന സമയത്ത് അദ്ദേഹം മണ്ണെണ്ണ കുടിച്ച് അതിനകത്ത് എന്തോ എലിവിഷം പോലുള്ള ചില പദാർത്ഥങ്ങളൊക്കെ കൂട്ടിക്കലക്കി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അവസാനം അദ്ദേഹം മരിച്ചില്ല എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണ്ടാവും. അഡ്മിറ്റ് ചെയ്ത സമയത്ത് തൃശ്ശൂർ ജില്ലാ ആശുപത്രി കൊണ്ടുപോയ സമയത്ത് പോലീസ് വന്ന് ആത്മഹത്യാ ശ്രമത്തിന് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. പോലീസ് വന്ന് എഴുതി കേസൊക്കെ ചാർജ് ചെയ്ത് പോയെങ്കിലും ഇദ്ദേഹം അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ കടക്കാർ വന്ന് വീണ്ടും വീട്ടിൽ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് മരിക്കാൻ ശ്രമിച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെയും കാര്യം ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നമുക്ക് 2 പേർക്കും കൂടെ മരിക്കാൻ പോകും. അതിന് 2 പേരും കൂടെ കഴുത്തിൽ കയറൊക്കെ ഇട്ട് ഒരേ കയറിൻ്റെ 2 ഭാഗത്ത് കുരുക്കിട്ട് വീടിൻ്റെ ഉത്തരത്തിൽ കയറ് കെട്ടി സ്റ്റൂളുമ്മ കയറി നിന്നു. സ്റ്റൂള് കാലുകൊണ്ട് തട്ടി 2 പേരും കൂടെ ഒന്നിച്ച് മരിക്കാൻ ശ്രമം നടത്തി. പക്ഷെ മരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കയറ് പൊട്ടി താഴെ വീണു. 2 പേരും അവിടെ കിടന്ന് പടയാൻ തുടങ്ങി. ഉച്ചയും വെള്ളമൊക്കെ കേട്ട് അടുത്തടുത്തടുത്ത വീടുകളാണ്. വീട്ടിലുള്ള ആളുകളൊക്കെ ഓടിക്കൂടി വന്ന് ആശുപത്രിയിൽ എത്തിച്ചു, രക്ഷപ്പെട്ടു. ചേർപ്പ് പോലീസ് ഇവർക്കെതിരെ വീണ്ടും ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തു. 2 തവണ ആത്മഹത്യ ചെയ്യുന്നതിന് കേസ് കോടതിയിൽ വന്ന സമയത്ത് ജഡ്ജി താക്കീത് ചെയ്ത് വിട്ടയച്ചു. അതിനു മുമ്പ് ചോദിച്ചു, എന്തിനാണ് ഈ പരിപാടി നടത്തിയതെന്ന് ചോദിച്ചു. ഒന്ന് കടബാധ്യത കാരണമാണ്, ആളുകളെ അഭിമുഖീകരിക്കാൻ പറ്റില്ല, എൻ്റെ അഭിമാനം എന്നെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് മരിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ശിക്ഷയൊന്നും കിട്ടിയില്ല, പുറത്തു പോകണം. ഇത് കഴിഞ്ഞ് ഇദ്ദേഹം കുറേ നാൾ ജോലിക്ക് വരാതിരുന്നു. പിന്നീട് ജോലി ചോദിച്ചുകൊണ്ട് വീണ്ടും വന്നു. ഫാക്ടറിയിൽ ജോലിക്ക് വന്ന് ഏതാനും ദിവസം കഴിഞ്ഞ സമയത്ത് ഫാക്ടറിയിൽ ഒരു മെഷീൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മെഷീൻ്റെ ബെയറിങ്ങുകളും റോളേഴ്സൊക്കെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റോളർ സെറ്റ് ചെയ്തിട്ട് ഈ റോളറിൻ്റെ 2 വലിയ റോളേഴ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്പേസ് ശരിയാണെന്ന് അറിയാൻ വിരൽ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു തൊഴിലാളി അറിയാതെ പോയി മെഷീൻ ഓണാക്കി. കൈ റോളറിൻ്റെ ഉള്ളിലകപ്പെട്ടു. കൈ മുഴുവൻ അരഞ്ഞു പോയി. കൈപ്പത്തി 2 കട്ടായിപ്പോയി.
ഇത് കഴിഞ്ഞ് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ട്രീറ്റ്മെൻറ്റ് നടത്തി. പ്ലാസ്റ്റിക് സർജറി മറ്റ് പല പല ചികിത്സാ സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൈ ഇല്ലാതെ പിന്നീട് ജീവിതം മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ സമയത്ത് മുഴുവൻ ആളുകൾ കുറേ നാളുകളെങ്കിലും വിമർശനാത്മകമായിട്ട് പറയുമായിരുന്നു. വിഷം കുടിച്ച് മരിക്കാൻ നോക്കി, മരിച്ചില്ല. കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു, മരിച്ചില്ല. ഇപ്പോൾ ജീവിക്കാൻ ആഗ്രഹിച്ച സമയത്ത് കൈ പോവുകയും ചെയ്തു. എന്തായാലും കൈയില്ലെങ്കിലും എൻ്റെ ഫാക്ടറിയിൽ അദ്ദേഹത്തിന് കൈയില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന ജോലികളും സൂപ്പർവൈസറി ജോലികളും മറ്റു തലത്തിൽ സഹായങ്ങളുമായിട്ട് 2012 വരെ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. 3 മാസം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്ന് പറഞ്ഞ് ഞാനിത് പറഞ്ഞത്, മരിക്കാനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആത്മഹത്യാ ശ്രമത്തിന് ആ വ്യക്തിക്കെതിരെ കേസെടുക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തോമസ് മാഷ് കേസ് കൊടുത്തതിനെ ആവശ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ലീഗൽ ഡെത്ത് വേണം. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നിയമലംഘകനായി മാറും. നിയമം ലംഘിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും മുഴുവൻ നിറവേറ്റി ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മരിക്കാനുള്ള, നമുക്ക് ഒരു നിയമമുണ്ട്, റൈറ്റ് ടു ലൈഫ് എന്നുള്ളത്, ജീവിക്കാനുള്ള അവകാശം. ഈ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ റൈറ്റ് ടു ഡെത്ത്, മരിക്കുവാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ തോമസ് മാഷ് കേസ് നടത്തിയത്. ആ കേസ് കുറേ നാൾ നീണ്ടു നിന്നു. കേസിൽ അവസാനം അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞ സമയത്താണ് യഥാർത്ഥ ദുരന്തം സംഭവിച്ചത്. ഇദ്ദേഹത്തിന് നിയമാനുസൃതം മരിക്കാൻ കോടതിയിൽ നിന്ന് അനുവാദം കിട്ടിയില്ല. കേസ് പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കേസ് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ ഗ്രൂപ്പിൻ്റെ തുടക്കം കുറിച്ച ശ്രീ ജോസഫ് ചിറ്റലപ്പള്ളി ഈ കേസിൽ കക്ഷി ചേർന്നു. അദ്ദേഹം മറ്റൊരു തരത്തിലാണ് ആ കേസിൽ കക്ഷി ചേർന്നത്. മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടല്ല. 70 വയസ്സ് പൂർത്തിയായി, ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെട്ടു, മെഡിക്കൽ സപ്പോർട്ടിംഗ് ഡിവൈസസിൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് ജീവിക്കാൻ സാധിക്കുകയുള്ളെങ്കിൽ മരിക്കാനുള്ള അവസരം, അനുവാദം വേണം, അതൊരു നിയമപ്രകാരം അനുവദിക്കണമെന്ന് പറഞ്ഞാണ് കേസിൽ കക്ഷി ചേർന്നത്. ആ കേസിൽ കക്ഷി ചേർന്നു. ആ കേസും പരാജയപ്പെട്ടു. എന്നാൽ 2018 പഞ്ചാബിൽ ഉണ്ടായ ഇതുപോലുള്ള ഒരു കേസ്, ഡൽഹി ഹൈക്കോർട്ടിലുണ്ടായ കേസുകളുടെയൊക്കെ ഫലമായി 2018 കേന്ദ്ര ഗവൺമെൻറ് നിയമാവലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെൻസിൻ്റെ സഹായത്തോടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമാണ് ജീവൻ നിലനിർത്താൻ പറ്റുള്ളെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ലിവിങ് വിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചികിത്സ വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചികിത്സ നിർത്തുകയും ആ ചികിത്സ നിർത്തിയതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ മരണത്തിലേക്ക് പോകാനുള്ള അനുവാദം ഗവൺമെൻറ് ചില നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നിയമ പണ്ഡിതനൊന്നുമല്ല, ഞാൻ ഒരു സുവിശേഷ പ്രവർത്തകനാണ്. പക്ഷെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, ദയാവധത്തെ സുവിശേഷം അംഗീകരിക്കുന്നില്ല, കത്തോലിക്ക സഭകളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല, ക്രിസ്തീയ സഭകളും ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന വസ്തുത പറയാൻ വേണ്ടി. ഈ പലവിധ വിധികൾ കടന്നു വരുന്നു. ആ വിധികളിലൂടെ കടന്നു പോകുന്ന സമയത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ചിന്തകൾ കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കുക.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കണം. ആ അധ്വാനിച്ച് ജീവിക്കുന്ന സമയത്ത് ചില അധ്വാനിക്കാൻ സാധിക്കുന്ന കാലഘട്ടങ്ങളിൽ അധ്വാനിക്കാൻ സാധിക്കാത്ത കാലഘട്ടങ്ങളിലേക്ക് കൂടെയുള്ള ഒരു കരുതൽ നിക്ഷേപം ആവശ്യമാണെന്നും കൂടെ ഈ തിരുവചന നമ്മൾ പറയാതെ പറയുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും ഈ മരണചിന്തയൊക്കെ കടന്നു വരുന്നത് കടബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവാക്യം നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന്റെ അടിമയത്രേ. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയത്രേ. വായ്പ കൊടുക്കുന്നവൻ പലതരത്തിലുള്ള നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് വായ്പ കൊടുക്കുന്നത്. ആ വായ്പ കൊടുത്തില്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ പ്രവാചകന്റെ ശിഷ്യനായിരുന്ന ഒരു വ്യക്തി മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് അവരുടെ ഭവനത്തിലേക്ക് എലീശ പ്രവാചകൻ കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെല്ലുന്ന സമയത്ത് മരിച്ചുപോയ പ്രവാചകന്റെ ഭാര്യ പറയുന്നുണ്ട്, കടക്കാർ വന്ന് ഞങ്ങളുടെ ആൺമക്കളെ പിടികൂടാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ കടം വീട്ടുവാൻ അപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സാധിച്ചില്ല. അപ്പൻ മരണപ്പെട്ടു. മക്കളെ അടിമകളായി കൊണ്ടുപോയി കടം ഈടാക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന്റെ അടിമയത്രേ. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള തിരുവാക്യം നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയിലെ സമ്പത്തും സ്വർഗീയമായ സമ്പത്ത്, ഇതിനെക്കുറിച്ചുള്ള ഒരു താരതമ്യം. ഭൂമിയിൽ സമ്പത്ത് കരുതി വെച്ച് കഴിഞ്ഞാൽ അത് കീടങ്ങളും പുഴുക്കളും അതിനെ നശിപ്പിക്കും. എന്നാൽ സ്വർഗീയ സമ്പത്ത് ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവാക്യത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്, ഒരു വ്യക്തിക്ക് ദൈവത്തെയും മാമോനെയും അല്ലെങ്കിൽ സമ്പത്തിനെയും ഒരുപോലെ സേവിക്കുവാൻ സാധിക്കില്ല. ഇപ്പൊ സാമ്പത്തികമായ പ്രതിസന്ധികൾ പലപ്പോഴും പലരെയും ജീവിതത്തിൽ നിന്ന് പിന്മാറ്റക്കാരായി മാറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുവാനായിട്ട് തയ്യാറാവുന്നത്? ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ, അവരാണ് പലപ്പോഴും ഈ ആത്മഹത്യാ പ്രവണതയായിട്ട് കടന്നു വരുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തു നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും പുതിയ നിയമം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തു. അതോടൊപ്പം തന്നെ പറയുന്നു മരണം നേട്ടവുമാണ്. മരണം നേട്ടമാണെന്ന് പറയുന്നതിൻ്റെ കാരണം, മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ഒന്നിച്ചു ചേരുന്നു, അല്ലെങ്കിൽ സ്വർഗീയ ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ക്രിസ്തു നൽകുന്ന ഉപദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുകയും മരണാനന്തരം ഒരു സ്വർഗീയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഇടയാക്കുകയും ചെയ്യും. ഇത് നമ്മൾ ആദ്യം തുടങ്ങി വെച്ച ചർച്ചയിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 10 കൽപ്പനകളിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, കൊല്ലരുത്. അത് മറ്റ് ഒരു പ്രതിയോഗിയെ കൊല്ലുന്ന കാര്യം മാത്രമല്ല, സ്വയം കൊല്ലരുത്. ഇപ്പോൾ വേറെയും ചില രാജ്യങ്ങളിൽ ഈ ദയാവധം നിയമാനുസൃതമാക്കിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് മരിക്കുന്നു. എന്നാൽ ബെൽജിയം, ലക്സംബർഗ്, ഹോളണ്ട് മുതലായ രാജ്യങ്ങളിലൊക്കെ, വേറെയും ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് വേണമെങ്കിൽ, ഓരോ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള നിബന്ധനകൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ആശയം, ദയാവധം എന്ന ആശയത്തെ അവരെ അംഗീകരിച്ചിരിക്കുന്നു. ഈ ആശയം തന്നെ, ഈ ചിന്ത തന്നെ ദൈവിക ചിന്തകൾക്ക് എതിരാണ്. ഈ ചിന്ത സാത്താന്യ ചിന്തയാണ്. ആർക്കും സ്വന്തം ജീവൻ എടുക്കാനുള്ള അധികാരം ഇല്ല. മറ്റൊരാളെ മരിക്കുവാൻ സഹായിക്കാനുള്ള അധികാരവുമില്ല.
ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സാമുവേൽ രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. ആ പരാജയപ്പെടുന്ന സമയത്ത് ശത്രുക്കളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാകുന്ന ഭീകരമായ മർദ്ദനവും നാണക്കേടും അവമതിപ്പും ഒക്കെ ആലോചിച്ചിട്ട് സൗൾ രാജാവ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം സ്വയം മരിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടി വാള് നിലത്ത് കുത്തി നിർത്തുന്നു. വാളുമേലിലേക്ക് വീഴുന്നു. വാള് തുളച്ചു കയറുന്നു. ആ തുളച്ചു കയറുന്ന സമയത്ത് അതിലെ വന്ന അമലേക്കിനായ ഒരു പടയാളിയോട് പറയുന്നു, തന്നെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, കൊല്ലുവാനായിട്ട് പറയും. ഈ അമലേക്കിനായ പടയാളി സൗള് ഏതാണ്ട് മൃതപ്രായനായി നിൽക്കുകയായിരുന്നു. മരിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് നിമിഷം മരിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ വധിക്കുന്നു. ആ വധിച്ചതിന് ശേഷം ദാവീദിൻ്റെ അടുത്ത് ചെന്നിട്ട് വളരെ സന്തോഷത്തോടെ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ സൗൾ രാജാവിനെ കൊന്നു. അതിൻ്റെ കാരണം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാളിൽ വീണ് മരിക്കാറായിട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയുധവാഹനം ഇതുപോലെ തന്നെ രാജാവ് വാളിന്മേൽ വീണ് മരിക്കാൻ തുടങ്ങിയെന്ന് കണ്ട സമയത്ത് ആയുധവാഹകനും ഇപ്രകാരം തന്നെ വാള് കുത്തി നിർത്തി ആ വാളിന്മേൽ വീണു. രണ്ടുപേരും മരണാസന്നായി കിടക്കുന്നു. സാവൂള് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വധിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ വധിച്ചു. ഇത് കേട്ട വഴിക്ക് തന്നെ ദാവീദ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ അഭിഷിക്തനെ തൊടുവാൻ നിനക്ക് ആര് നിന്നെ അധികാരപ്പെടുത്തി? അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവനെ കൊന്നുകളയാൻ പറഞ്ഞു. ഇത് നമുക്കൊരു പാഠമാണ്. മരിക്കാനായിട്ട് ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ആ മരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ ആ മരണത്തിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്, പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സാവൂൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് സാവൂളിനെ വധിച്ച അമലേക്കിനെ പടയാളിയെ ദാവീദ് വധിക്കുന്നു. യുദ്ധത്തിൽ മരണവും കൊലപാതകവും യുദ്ധ നിയമത്തിൻ്റെ മാറ്റമാണ്. സമാധാന കാലഘട്ടത്തിൽ മറ്റൊരു നിയമമാണല്ലോ പ്രാബല്യത്തിലുള്ളത്. സുവിശേഷത്തിലൂടെ മുഴുവൻ കടന്നു പോകുന്ന സമയത്ത് സ്വയം മരണം അല്ലെങ്കിൽ ആത്മഹത്യ, ദയാവധം, ഇതിനൊന്നിനും തന്നെ സുവിശേഷം ആനുകൂലിക്കുന്നില്ല. ജീവൻ്റെ സുവിശേഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ അമ്മയോ അപ്പനോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തിലൂടെ കൊല്ലുന്നതിനെ സഭ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും രോഗമുണ്ടെന്നോ മറ്റു കാരണത്താലോ സ്വയം മരിക്കുവാൻ അല്ലെങ്കിൽ ദയാവധം എന്ന പേരിട്ടുകൊണ്ട് ആരെയും മരിക്കുവാനായിട്ട് സഭയും സഭയുടെ നിയമങ്ങളും സഭയുടെ കൽപ്പനകളും സഭയുടെ ചട്ടങ്ങളും അനുവദിക്കുന്നില്ല എന്ന ഒരാശയം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, ദയാവധത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ദൈവജനത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ദാതാവ് ദൈവമാണ്. ആർക്കും സ്വന്തം ജീവൻ എടുക്കുവാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ദയാവധം, അസിസ്റ്റഡ് സൂയിസൈഡ്, അസിസ്റ്റഡ് കില്ലിംഗ്, ടെർമിനേഷൻ ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പലവിധ ഓമന പേരുകളിൽ വൈദ്യശാസ്ത്രവും ആധുനിക വൈദ്യശാസ്ത്രവും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആത്മഹത്യ, കൊലപാതകം, സ്വയം കൊലപാതകം, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അനുഭവപ്പെട്ട ജീവിതം മടുത്തുപോയ ആളുകൾക്ക് ദയാവധം മുതലായവ, ഇതെല്ലാം ജീവന്റെ സുവിശേഷത്തിനും ദൈവിക നിയമങ്ങൾക്കെതിരാണെന്നുള്ളൊരു ബോധ്യം ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.